ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് കെ. അനീഷ് കുമാറിനെ നിയമിച്ചതിനെതിരെ ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് രംഗത്ത്. അനീഷ് കുമാർ പ്രസിഡന്റായിരിക്കുമ്പോൾ നടന്ന കൊടകര കുഴൽപ്പണ കേസിൽ PMLA കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോകുകയാണെന്നും അങ്ങനെ വന്നാൽ ഈ അലങ്കാരത്തിന് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ടി വരുമെന്നും സതീഷ് പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ തനിക്കെതിരെ പറഞ്ഞതുകൊണ്ടാണ് തെളിവുകളടക്കം പ്രതികരിച്ചതെന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നും തിരൂർ സതീഷ് TCVയോട് പറഞ്ഞു. പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷന്മാരിനെല്ലാം പാർട്ടി അത് സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ചുമതല കൊടുത്ത് അക്കോമഡേറ്റ് ചെയ്യാറുണ്ട്. ആ അക്കോമഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രസക്തിയുള്ളൊരു പോസ്റ്റ് അല്ലല്ലോ. അത് പാർട്ടിയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, ഇതൊന്നുമില്ലെങ്കിൽ ഓഫീസ് സെക്രട്ടറി, ഇതൊക്കെയാണ് കീ പോസ്റ്റുകളും ഉത്തരവാദിത്തമുള്ള പോസ്റ്റുകളും. ഇത് വെറുതെ ഒരു റെസീറ്റ് ബുക്ക് വാങ്ങിക്കാം, പിരിവിന് നടക്കാം, അത്രയേ ഉള്ളൂ അതിൽ. അല്ലാണ്ട് അപ്പോൾ അതിൽ വേറെ പ്രാധാന്യങ്ങളൊന്നും അതിൽ ഇല്ല. എന്നെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ നടത്തിയ കള്ളപ്പണ കേസിനെ കുറിച്ച് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇതിൻ്റെ PMLA കോടതിയിലേക്ക് പോകാനുള്ള അനുമതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അവിടെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോവാണ്. അങ്ങനെ വരുമ്പോൾ ഇത് പാർട്ടിയുടെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്ന് പോലും പാർട്ടി ഇതിന് ഡയറക്റ്റ് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും ഈ ഒരു അലങ്കാരം കൊടുത്തതിന്. ഞാൻ അന്ന് ശോഭാ സുരേന്ദ്രൻ എന്നെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ശോഭാ സുരേന്ദ്രൻ എൻ്റെ വീട്ടിൽ വന്ന ഫോട്ടോസും എല്ലാം ഞാൻ ഇട്ട് തന്നത്. അല്ലാണ്ട് ഞാൻ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞല്ലോ. ഇങ്ങോട്ട് നമ്മൾ പറയുമ്പോൾ എനിക്കിനി പറയാനുള്ള ഇനിയും എൻ്റെ കയ്യിൽ നിരവധി കാര്യങ്ങളുണ്ട്. നമ്മൾ അതിലല്ല ഞാൻ ഫോക്കസ് ചെയ്തേക്കുന്നത്.